നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ. 2014 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആയുഷ് ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തുടനീളം ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ദേശീയ ആയുഷ് മിഷൻ. ഇതിലൂടെ ആയുഷ് ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, മരുന്നുകളുടെ നിലവാരം ഉറപ്പുവരുത്തുക, ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുക എന്നിവ ലക്ഷ്യമിടുന്നു. മാത്രമല്ല, ഇതിലൂടെ വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പ് പദ്ധതികളെയും വൈ ഫോർ വെൽനസ് പ്രവർത്തനങ്ങളെയും കുറിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു. ആരോഗ്യ സംരക്ഷണയിൽ രോഗാതുരത കുറയ്ക്കുന്നതിനു വേണ്ടി ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി രോഗം വരാതെ ആരോഗ്യ സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കാം എന്നതും രോഗം വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ എങ്ങനെ ലഭ്യമാക്കാം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആരോഗ്യ സംരക്ഷണം ചികിത്സ മാത്രമല്ല, സ്വാസ്ഥ്യ സംരക്ഷണവും കൂടിയാണ് എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രസന്നത അഥവാ സ്വസ്ഥതയാണ് ആരോഗ്യമെന്ന് ആയുർവേദം അനുശാസിക്കുന്നത്. ആരോഗ്യ സൂചികയിൽ വളരെ മുന്നിലാണ് കേരളമെങ്കിലും മാറിയ ജീവിത രീതിയും ഭക്ഷണ രീതിയും ജീവിതശൈലി രോഗങ്ങളുടെ നിരക്ക് വളരെയധികം കൂട്ടുന്നു. ആരോഗ്യത്തിൻ്റെ 3 തൂലികകളായി ആയുർവേദം പറയുന്നത് തന്നെ ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയാണ്. ഒരു വ്യക്തിയുടെ സാധാരണയുള്ള ആരോഗ്യം പ്രതിരോധശേഷിയും കൃത്യമായി വയ്ക്കുന്നതിനും അതുവഴി രോഗാതുരത കുറയ്ക്കുന്നതിനും ഇവയിലൂടെ സാധിക്കുന്നു. നല്ല വ്യായാമം, നല്ല ഉറക്കം, നല്ല ഭക്ഷണം, ഈ 3 കാര്യങ്ങൾക്കൊപ്പം തന്നെ കൃത്യമായ പരിചരണവും ലക്ഷ്യമിടുന്നുണ്ട്. ഭക്ഷണം എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഓരോ സമയത്തും എപ്രകാരം എത്ര അളവിലും ആയിരിക്കണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രഭാത ഭക്ഷണം കൃത്യമായും എല്ലാ പോഷകങ്ങളും അടങ്ങിയത് ആയിരിക്കണം. ഒരിക്കലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ പാടുള്ളതല്ല. രാത്രി ഭക്ഷണം ലഘുവായിരിക്കണം. അത് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് തന്നെ കഴിക്കുന്നതാണ് ഉത്തമം. തൊട്ട് മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രം രാത്രി ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. തിരക്കുപിടിച്ച ലോകത്ത് യന്ത്രങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന മനുഷ്യർ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. ശരീരത്തിലെ പേശികളെയും അവയവങ്ങളെയും ചലിപ്പിക്കുന്നത് വഴി ശരീരത്തിന് ലഭിക്കുന്ന ഉന്മേഷമാണ് വ്യായാമം. ശരിയായ ഉറക്കം കൊണ്ടുള്ള ഗുണങ്ങൾ. ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഉറങ്ങുന്നത് ശരീരപുഷ്ടി, കോശങ്ങളുടെ പുനർനിർമ്മാണവും വളർച്ചയും നടക്കുന്നത് ഉറക്കത്തിലാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ല ഉറക്കം അത്യാവശ്യമാണ്. മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും അത് ഓർമ്മയിൽ വയ്ക്കുന്നതിനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു. ഉറക്കം കുറവുള്ളവർക്ക് ആയുർവേദം ചില ലളിതമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് പാദങ്ങളിൽ എണ്ണ തേച്ച് തടവുക. പാദാഭ്യംഗം എന്നാണ് ഇതിന് പറയുന്നത്. ചെറു ചൂടുള്ള പാല് കുടിക്കുന്നത് നിദ്രയെ സഹായിക്കുന്നു. തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വാതത്തെ ശമിപ്പിക്കുകയും നല്ല ഉറക്കം നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ കൃത്യമായി ഭക്ഷണവും വ്യായാമവും ഉറക്കവും ശീലിച്ചാൽ രോഗപ്രതിരോധ ശേഷി കൃത്യമാവുകയും രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് മാറിയ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെ കാരണം രോഗാതുരത കൂടുന്നു. കേരള സർക്കാരിൻ്റെ എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്നും രോഗപ്രതിരോധ ശേഷി ലഭ്യമാക്കുന്നതിനും അവയുടെ ചികിത്സയ്ക്കും ആവശ്യമുള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. OP വഴി പഞ്ചകർമ്മ സംവിധാനം, പാലിയേറ്റീവ് കെയർ പരിചരണം ഇവയൊക്കെ ആയുർവേദ സ്ഥാപനങ്ങൾ വഴി നൽകി വരുന്നു. ഇത്തരം പ്രത്യേക പദ്ധതികളിലൂടെ ആയുർവേദത്തിൻ്റെ സാധ്യത പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. കേരള ഹെൽത്തി ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജില്ലാ തലത്തിലെ പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതിനോടൊപ്പം പ്രദർശനങ്ങളും അതുപോലെ നല്ല ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള ശില്പശാലകളും വ്യായാമത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും മെഡിക്കൽ ക്യാമ്പുകളും നടന്നു വരുന്നു. ഇവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് പ്രധാനമായി ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ 817 ഡിസ്പെൻസറികൾ വഴിയും 131 ആശുപത്രികൾ വഴിയും
71 സബ് സെൻ്ററുകൾ വഴിയും 257 NHM സ്ഥാപനങ്ങൾ വഴിയും നടപ്പിലാക്കി വരുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ 420 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 147 സ്ഥാപനങ്ങൾ NABH എൻട്രി ലെവലിൽ സർട്ടിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. വീണ്ടും കുറേ കൂടി സ്ഥാപനങ്ങൾ NABH തലത്തിലേക്ക് മാറുന്നതിനുള്ള സംവിധാനങ്ങൾ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വകുപ്പിൽ നടപ്പിലാക്കിയിട്ടുള്ള ചില പ്രത്യേക പദ്ധതികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. സ്നേഹധാര, പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം, കിടപ്പു രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ പദ്ധതിയാണിത്. ജീവനി പദ്ധതി, പ്രമേഹത്തിനുള്ള ആയുർവേദ പരിഹാരങ്ങൾ, പ്രമേഹത്തെ പ്രതിരോധിക്കുക, നിയന്ത്രിക്കുക, ഇതിലൂടെ മികച്ച രീതിയിൽ ജനങ്ങൾക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. കൗമാരഭൃത്യം പ്രോജക്റ്റ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിചരണ പദ്ധതിയാണിത്. ദൃഷ്ടി, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ റിഫ്രാക്റ്റീവ് പ്രശ്നങ്ങൾ പരിഹരിച്ച് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. പുനർനവ, പക്ഷാഘാതം വന്ന രോഗികളുടെ സമഗ്രമായ പരിചരണത്തിനും പുനരധിവാസത്തിനുമുള്ള ആയുർവേദ പദ്ധതിയാണ് പുനർനവ. സ്പോർട്സ് ആയുർവേദ, കുട്ടികൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കളിക്കളങ്ങളിൽ ഉണ്ടാകുന്ന പരിക്കുകൾ പരിഹരിക്കുന്നതിനും വളരെ ഫലപ്രദമായ ചികിത്സാ പദ്ധതിയാണ് സ്പോർട്സ് ആയുർവേദയിൽ കൂടി ലഭ്യമാക്കുന്നത്. ജെറിയാട്രിക് കെയർ, രോഗാവസ്ഥ കുറയ്ക്കുകയും ആരോഗ്യപൂർണമായ വാർദ്ധക്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രായമായവരുടെ ആരോഗ്യക്ഷമത മെച്ചപ്പെടുത്തുന്നു. ക്ഷാരസൂത്ര പ്രോജക്റ്റ്, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ ഇൻ ഏനോ, പൈലോനിഡൽ സൈനസ് തുടങ്ങിയ മലദ്വാര സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ആയുർവേദ പാരാസർജിക്കൽ ചികിത്സയും പരിചരണവും വേഗത്തിൽ രോഗമുക്തി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ഗർഭിണി പരിചര്യ, പ്രസവാനന്തര പരിചരണം, ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവ വിരാമം, ആർത്തവ തകരാറുകൾ തുടങ്ങിയ സ്ത്രീകളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രസൂതി തന്ത്ര പ്രോജക്റ്റ് ഭാരതീയ ചികിത്സാ വകുപ്പിൽ നടപ്പിലാക്കി വരുന്നു. മാനസികാരോഗ്യം, തിരഞ്ഞെടുത്ത ആശുപത്രികളിലെ സൈക്യാട്രിക് OPD വഴി കൗൺസിലിംഗ്, ചികിത്സ, ചിട്ടയായ രോഗ പുരോഗതി രേഖപ്പെടുത്തലുകൾ എന്നിവ ലഭ്യമാക്കുന്നു. യോഗയും പ്രകൃതി ചികിത്സയും, ആരോഗ്യത്തിനായി ശരീരത്തെയും മനസ്സിനെയും സമന്വയിപ്പിക്കാൻ ചിട്ടയായ വ്യായാമം, ഭക്ഷണക്രമം, പ്രാണായാമം, ധ്യാനം എന്നിവയിലൂടെ ശരീരത്തെയും മനസ്സിനെയും ഒന്നിപ്പിക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് സെന്റർ, തൃശൂർ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെന്റർ 2019 മുതൽ ആയുർവേദത്തിൻ്റെ നാടായ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ആദ്യത്തെ ആയുർവേദ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പോർട്സ് ആശുപത്രിയാണ്. ഈ സ്ഥാപനത്തിലെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ 5 OPD കൺസൾട്ടേഷനുകൾ, വീഡിയോ കോൺഫറൻസിംഗ്, ജിംനേഷ്യം, യോഗ ഹാൾ, ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്വിമ്മിംഗ് പൂൾ, ഒരു സിന്തറ്റിക് ട്രാക്ക് എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ഇത്തരം പദ്ധതികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രയോജനം എല്ലാവരും നേടേണ്ടതാണ്. ഏവർക്കും നല്ലൊരു ആരോഗ്യകരമായ ജീവിതകാലം ആശംസിക്കുന്നു. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പ് പദ്ധതികളെയും വൈ ഫോർ വെൽനസ് പ്രവർത്തനങ്ങളെയും കുറിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നാഷണൽ ആയുഷ് മിഷന്റെ ആയുർവിദ്യ പദ്ധതി വഴി സ്കൂൾ കുട്ടികൾക്കുള്ള ആരോഗ്യ സംരക്ഷണം, പോഷണത്തിന് പ്രാധാന്യം, കൗമാരാരോഗ്യ സംരക്ഷണം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മാനസികാരോഗ്യ സംരക്ഷണം ഇവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം, സ്ക്രീനിംഗ് ക്യാമ്പുകൾ, മെഡിസിനൽ പ്ലാൻസ് വിതരണം ഇവയും സാധ്യമാക്കുന്നു. കാരുണ്യ പാലിയേറ്റീവ് കെയർ പദ്ധതി വഴി കിടപ്പ് രോഗികൾക്കുള്ള ഹോം കെയർ, ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനുമുള്ള ട്രെയിനിംഗ്, കിടത്തി ചികിത്സ വേണ്ടവർക്കുള്ള തെറാപ്പി, കിടത്തി ചികിത്സയും ലഭ്യമാക്കുന്നു. നാഷണൽ ആയുഷ് മിഷന്റെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ വഴി സ്വാസ്ഥ്യ യോഗയും തെറാപ്യൂട്ടിക് യോഗയും ലഭ്യമാക്കുന്നു. കേരളത്തിലുടനീളം 10,000 യോഗ ക്ലബ്ബുകൾ വഴി യോഗയുടെ സേവനം ലഭ്യമാണ്. നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര സമാപിക്കുന്നു.